ISLൻ്റെ പ്രതിസന്ധി വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങിയുള്ള പല ISL ക്ലബ്ബുകളുടെയും വിദേശ താരങ്ങളൊക്കെ തന്നെ ISLൻ്റെ ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ക്ലബ്ബ് വിട്ട് മറ്റ് പല ഫോറിൻ ക്ലബ്ബുകളെയും ആശ്രയിക്കുന്ന സിറ്റുവേഷനാണുള്ളത്. അതായത് പല വിദേശ താരങ്ങൾക്കും ISLൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തതയോ ഒരു കോൺഫിഡൻസോ ഇല്ലാത്തതിനാൽ തന്നെയാണ് പല താരങ്ങളും ISL വിട്ട് മറ്റ് പല കൺട്രീസിലേക്കും അവിടുത്തെ ലീഗുകളിലേക്കും പോകുന്നത്. പല താരങ്ങളും തങ്ങളുടെ ഹോം രാജ്യങ്ങൾ, അതായത് സ്വന്തം രാജ്യത്തിലേക്ക് തന്നെ മടങ്ങി പുതിയ അവസരങ്ങൾ തേടുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിൽ ഉള്ളത്. അതുമാത്രമല്ല, പല ഇന്ത്യൻ താരങ്ങളുടെയും ഫിനാൻഷ്യൽ പ്രോബ്ലംസും നിലവിൽ വർദ്ധിച്ചു വരികയാണ്. കാരണം അവരൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ നടത്തിപ്പിലാണ്. കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗാണ് അവരെ ഇതുവരെ നയിച്ചിട്ടുള്ളത്. സോ അതിനാൽ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായും തന്നെ താരങ്ങൾക്ക് പുറമെ പല ആളുകൾക്കും, അതായത് സ്റ്റാഫുകൾക്കാവട്ടെ വർക്കേഴ്സിനാവട്ടെ ഒക്കെ ഒരുപാട് ജോബ് ലോസ് ഒക്കെ തന്നെ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത് ചെന്നെത്തിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പല വീഡിയോയിലൂടെയും നമ്മളത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ISLൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്കിടയിൽ നിലവിൽ ഈ ഒരു സുപ്രീം കോർട്ടിൻ്റെ ഭാഗത്തു നിന്നൊരു വിധി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് നിലവിൽ വ്യക്തമാകുന്ന, അതായത് ഒരു മീറ്റിങ്ങിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് നിലവിൽ പുറത്തേക്ക് വരുന്ന ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പറയാവുന്നതാണ്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ISL നടക്കുമെന്നൊരു കൺഫർമേഷൻ നിലവിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും 2 ആഴ്ചത്തേക്കുള്ള ഒരു കാലാവധി, ഒരു കാത്തിരിപ്പ് സമയം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ISLൻ്റെ കാര്യത്തിൽ നിലവിൽ എടുത്തു ചാടിയൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതിനാൽ തന്നെയാണ് അടുത്തൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു 2 ആഴ്ച ടൈം പീരീഡ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോ അതിനാൽ തന്നെ അടുത്ത ഈ വരുവാനായിട്ട് പോകുന്ന ഒരാഴ്ചയും അതിനുശേഷം വരുന്ന ഒരാഴ്ച പകുതിയോളവും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് ആരാധകർക്ക് ISLൻ്റെ കാര്യത്തിലുള്ള ഒരു ഒഫീഷ്യൽ വ്യക്തത വരുവാൻ വേണ്ടി. എങ്കിൽ പോലും ISL നടക്കുമെന്നൊരു കൺഫർമേഷൻ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. പോരാത്തതിന് ഇനി ഉടൻ തന്നെ ഒരു മീറ്റിംഗ് കൂടി സംഘടിപ്പിക്കുന്നതായിരിക്കും എന്നും വ്യക്തമാകുന്നുണ്ട്. സോ ഒരുപാട് മീറ്റിങ്ങുകൾ തന്നെ ഈ ഇടയ്ക്ക് ISLൻ്റെ കാര്യത്തിലൊക്കെ തന്നെ നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടായിരുന്നതാണ്. എങ്കിൽ പോലും പലതിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിപ്പോർട്ട് നിലവിൽ പുറത്തേക്ക് വരുന്നില്ല. എങ്കിൽ പോലും നിലവിൽ ലഭിച്ചിരിക്കുന്ന ഒരു കാര്യം 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു വ്യക്തത വരുത്താമെന്നൊരു കാര്യത്തിൽ നിലവിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അതും കൂടി ആരാധകർ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ഒരു 2 ആഴ്ച പീരീഡ് കഴിയുമ്പോൾ തന്നെ നവംബർ മാസം എൻഡ് ആവുകയാണ്. പിന്നീടുള്ളത് ഡിസംബർ മന്താണ്. ഡിസംബർ ആരംഭിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലവിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, കല്യാൺ ചൗബെ ആരാധകരെ അറിയിച്ചിട്ടുണ്ടായതാണ് ജനുവരി 1 അല്ലെങ്കിൽ ജനുവരി ആദ്യ വീക്കോട് കൂടി ISL ആരംഭിച്ച് ഒരു മെയ് അവസാനത്തോടുകൂടി ഈ ഒരു ISL സീസൺ അവസാനിപ്പിക്കാനായിട്ടുള്ളൊരു ആവശ്യമാണ് ഉള്ളതെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ ISL അങ്ങനെ അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ടൈറ്റ് ഷെഡ്യൂൾ ആവണമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായതാണ്. സോ അതിനാൽ തന്നെ ഡിസംബറിൽ ആരംഭിക്കുമോ എന്നൊരു പ്രതീക്ഷ അവസാനം വരെ ആരാധകർക്ക് ഉണ്ടായതാണ്. പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്കും നിലവിൽ വകയില്ലാത്തൊരു സിറ്റുവേഷനാണ്. ഡിസംബറിൽ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഇനി ആരംഭിക്കാനായിട്ടുള്ള സാധ്യതകളില്ല. കാരണം ഇനി മീറ്റിംഗ് സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും വരുന്ന 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു പ്രധാന തീരുമാനത്തിൽ സുപ്രീം കോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സുപ്രീം കോർട്ട് വിധിയൊക്കെ അല്ലെങ്കിൽ 2 കൂട്ടരുടെയും ഭാഗത്തു നിന്നൊക്കെ തന്നെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് പുറപ്പെടുവിപ്പിക്കുന്ന നിർദ്ദേശം എന്താണോ അത് അനുസരണത്തിലായിരിക്കും മറ്റുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോവുക. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ 1 മന്ത് അതിനു വേണ്ടി തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും ജനുവരി മാസം പകുതിയാവാതെ പോലും ISL ആരംഭിക്കാത്ത സിറ്റുവേഷനിലേക്ക് നീങ്ങുന്നതാണ്. സോ അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുകയാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ഇപ്പോൾ നിലവിൽ ഈ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു സാഹചര്യത്തിന് പിന്നിൽ AFFന് ഒരു വലിയൊരു സാന്നിധ്യം തന്നെയുണ്ട്. കാരണം അവർ ഒരു 3 വർഷം മുമ്പെങ്കിലും ഈ ഒരു പ്രോസസ്സിലേക്ക് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് നടത്തേണ്ടതായിരുന്നു. കാരണം അങ്ങനെ നടത്തുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ ഇത്രയും റഷായിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഉന്തിത്തള്ളി ചെയ്യേണ്ട ഒരു ആവശ്യകതയും ഉണ്ടാവേണ്ടതല്ല. അതിനാൽ തന്നെ പല ആരാധകരും AFFന് നേരെ വളരെയധികം വലിയ വിമർശനങ്ങളൊക്കെ തന്നെ മുമ്പോട്ട് വെക്കുന്നുണ്ട്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി ഈ ഒരു സാഹചര്യത്തിൽ എന്താവുമെന്നുള്ളത്.